ഗുഡ് ഈവനിങ്. ഞങ്ങൾ ഇന്ന് ഒരു ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. ബീച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ ഇത്ര പറയാനുള്ളതെന്ന്. പക്ഷേ ഈ ബീച്ച് ഇന്ത്യയിൽ തന്നെ 8 ഉള്ളതിൽ 2 കർണാടകയിലുള്ളതാണ്. അതായത് ബ്ലൂ ഫ്ലാഗ് ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. മാംഗ്ലൂരിൽ നിന്ന് ഉടുപ്പിയിലേക്ക് പോകുന്ന വഴിക്ക് NH66 പടുബിദ്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ച്. പോകുന്ന വഴിക്ക് നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? നിറച്ച് തെങ്ങിൻ തോപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ലക്ഷദ്വീപിൽ കൂടി പോകുന്നതാണ്. യൂട്യൂബിൽ കൂടിയേ ഞാൻ കണ്ടിട്ടുള്ളൂ ലക്ഷദ്വീപ്. ഇതുപോലെ തെങ്ങിൻ തോപ്പിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത് കാണാം. അങ്ങനെയുള്ള ഒരു സീനറിയാണ് ഇവിടെ. അപ്പുറത്തും ഇപ്പുറത്തും നിറച്ച് തെങ്ങിൻ തോപ്പ്, അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ ബ്ലൂ ഫ്ലാഗ് ബീച്ചിലേക്ക് എത്താറായി. എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട്. ഇതിൽ കൂടി വേണം ഞങ്ങൾക്ക് അകത്ത് കടക്കാൻ. ഞങ്ങൾ ആദ്യം കാണുന്നത് തന്നെ ലൈഫ് ഗാർഡിൻ്റെ ഇരിപ്പിടമാണ്. ഈ കാണുന്നതാണ് ബീച്ചിൻ്റെ സർട്ടിഫിക്കറ്റായ ബ്ലൂ ഫ്ലാഗ്. എൻട്രൻസ് ഫീസ് 40 രൂപയാണ് ഒരാൾക്ക്. ഞങ്ങൾ അത് വാങ്ങിച്ച് ഞങ്ങൾ അകത്ത് കയറി. ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷനുള്ള ബീച്ച് എന്താണെന്നല്ലേ? ഡെൻമാർക്കിലെ ഫൗണ്ടേഷൻ ഫോർ എൻവയറോൺമെൻറ്റ് എഡ്യൂക്കേഷനാണ് ബ്ലൂ ഫ്ലാഗ് ബീച്ചുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇന്ത്യയിലെ മൊത്തം 8 ബീച്ചുകൾക്കാണ് ഈ ലേബൽ നൽകിയിരിക്കുന്നത്. പക്ഷേ അവയിൽ 2 കാസർഗോഡും പടുബിദ്രിയുമാണ്. അതായത് അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ബീച്ചുകൾ നിലനിർത്തണം. ഇത് ഞങ്ങൾ നടക്കുന്ന പാത ടൈൽസ് ഇട്ടത്. അതിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്. പിന്നെ ലൈറ്റ്, അത് സോളാർ സിസ്റ്റത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പിന്നെ 3 ടോയ്ലറ്റ് ഉണ്ട്. സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ, വികലാംഗർക്ക് വേറെ. അങ്ങനെ അതെല്ലാം നല്ല വൃത്തിയുള്ളതാണ്. പിന്നെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ളതൊക്കെ കത്തിക്കാനുള്ള ഇൻസിനറേറ്റർ, പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ, അതായത് ബീച്ചിൽ കുളിച്ചു കഴിഞ്ഞാൽ വസ്ത്രം മാറാനുള്ള മുറികൾ, ഇതെല്ലാം വൃത്തിയോടെ ഇരിക്കണം. എന്നാൽ മാത്രമേ അവർ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ. ബീച്ച് എത്തിക്കഴിഞ്ഞു. ചില സമയത്ത് ഈ ബീച്ച് മൺസൂൺ കാലത്ത് മാത്രം തരം മുകളിലേക്ക് വരും. അപ്പം നമ്മളെയൊന്നും അവരകത്തേക്ക് കടത്തിവിടത്തില്ല. അല്ലാത്ത സമയത്ത് ശാന്തമാണ് ഈ കടൽ. കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അവിടെ പോയി കാലും നനച്ച് വരാമായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകാനിപ്പോൾ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ വെക്കേഷനല്ലേ, അപ്പം പിള്ളേർ കളിക്കുന്നു, ഊഞ്ഞാലാടാം. പിന്നെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ കളിക്കാനുള്ളത്. കൊച്ചു പിള്ളേർക്കൊക്കെ എന്ത് സന്തോഷമാണ് ഈ മണലിലേക്ക് വിട്ടാൽ. അതും വെള്ള കളറിലെ മണലല്ലേ. ചില സമയത്ത് ഇവിടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ ചന്ദ്രൻ ഉദിക്കുന്നത് കാണാമെന്നാണ് പറയുന്നത്.
അത് ഇവിടെയുള്ള ഗാർഡിന് അതറിയത്തുള്ളൂ. അവർക്കറിയാം അത് ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന്. പിന്നെ ഇവിടെ ഇപ്പം എന്താ അപ്പുറത്ത് സവാരി ബോട്ടിംഗ് ഉണ്ട്. സ്പീഡ് ബോട്ട് വേണമെങ്കിലുണ്ട്. 2 പേർക്ക് പെഡൽ ബോട്ടുണ്ട്. എന്തു വേണമെങ്കിലും എടുക്കാം. എന്താ 4 പേർക്കിരിക്കാവുന്ന പെഡൽ ബോട്ടുണ്ട്. 2 പേർക്കിരിക്കാവുന്ന ബോട്ടുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എൻട്രി പാസ് എടുക്കുന്ന അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് സവാരി ചെയ്യാം. ഓറഞ്ച് കളറിലെ ബോട്ടില്ലേ, അതിനാണ് കയാക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടാണ് ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങൾ. അതാ കയാക്കിംഗ് 15 മിനിറ്റ് 200 രൂപ, 30 മിനിറ്റിന് 300 രൂപ, 1 മണിക്കൂറിന് 400 രൂപ. മറ്റേ ബോട്ടിന് 100 രൂപ അല്ല 50 രൂപ ഒരു റൗണ്ടിന്. ഫോട്ടോഷൂട്ട് ബോട്ടിന് 500 രൂപ. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം. ഇപ്പം വെഡ്ഡിങ്ങിനൊക്കെ ഓരോരുത്തരും ഇവിടെയൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നില്ല, അതിനൊക്കെ 500 രൂപയാണ്. ഇതാ ഇവിടെ റിവർ വാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താന്ന് നോക്കാം, നമുക്കും പോയി നോക്കാം. ഇവിടെ മൊത്തം കാറ്റാടി മരങ്ങളാണ്. റിവറിൻ്റെ അടുത്തുകൂടി സൈഡിൽ കൂടി നമുക്കങ്ങ് നടന്നു പോകാം. അതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്ന റിവർ വാക്കെന്ന്. അങ്ങ് വരെ ഉണ്ട്. ഏതായാലും അവിടം വരെ പോയി നോക്കി എന്താ നോക്കിയിട്ട് വരാം. ഞങ്ങൾ റിവർ വാക്ക് നടന്നതാ അപ്പുറത്തോട്ട് എത്താറായി. ഞങ്ങളുടെ കൊല്ലത്തിങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ല. ബീച്ചിൽ പോയാൽ അവിടെ ഇരിക്കുക. ഒന്നാമതേ അത് ഡേഞ്ചറസ് ബീച്ചാണ് കൊല്ലം ബീച്ച്. അപ്പോൾ ഇപ്പോൾ ആരെയും അവിടെ കാല് നനയ്ക്കാൻ പോലും കൊടുക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസമായതുകൊണ്ടാണ്. ഞങ്ങൾ അങ്ങേയറ്റം എത്താറായി. മോന് കയാക്കിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ് ഇതിൻ്റെ അകത്ത് കയറാനും ട്രാവൽ ചെയ്യാനും എല്ലാം. അവനോട് ഒറ്റയ്ക്ക് പോകുമെന്ന് പറഞ്ഞാൽ അവൻ പോകുന്നുമില്ല. അപ്പോൾ ഇനി തിരിച്ച് നമുക്ക് അങ്ങോട്ട് നടക്കാം. വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ദൂരെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാണ്. ഇപ്പം നിറച്ച ആളായി. പിള്ളേരും അമ്മമാരും എല്ലാവരും കൂടെ
ഇപ്പം നിറച്ച ആളാണ് ഇവിടെ. ഞങ്ങൾ നടന്നു വന്ന് കഴിഞ്ഞ് ക്ഷീണിച്ചിരുന്നെങ്കിൽ ഇവിടെ ചായയുണ്ട്, കോഫിയുണ്ട്, പിന്നെ പിള്ളേർക്ക് കുടിക്കാനുള്ള ജ്യൂസ്, കൊക്കക്കോള എല്ലാം ഉണ്ട്. അങ്ങനെ നല്ല വൃത്തിയും വെടിപ്പുമുള്ള ബീച്ചായതുകൊണ്ടാണ് ഇതിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ഞങ്ങൾ സൂര്യാസ്തമനം കാണാനൊന്നും നിൽക്കുന്നില്ല, കാരണം ഇവിടെ നിന്ന് തന്നെ 1 മണിക്കൂർ ദൂരമുണ്ട് മാംഗ്ലൂരിലേക്ക്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ GSB അമ്പലമുണ്ട്, അവിടെ ഒന്ന് കയറണമെന്നുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ്. തിരിച്ച് പോവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം. നന്ദി, നമസ്കാരം.